എല്ലാം നിയന്ത്രിച്ചവർക്ക് ആരുടെ മുമ്പിൽ ആര് കാണുന്നു പേടിച്ചിട്ട്? അള്ള കാണുന്നു പേടിച്ചവർക്ക് അള്ളാനെ കാണാൻ കഴിയൂ. അള്ള കാണുമെന്ന് പേടിച്ചിട്ട് കണ്ണനെ നിയന്ത്രിക്കണം. നമ്മളെന്താ ചെയ്യാ? അനാവശ്യങ്ങൾ കാണാൻ നേരത്തെ വാതിലടക്കുന്നു, വാതിലിന്റെ സാക്ഷ നീക്കുന്നു, കുറ്റിയിടുന്നു, ഫാൻ സ്പീഡ് കൂട്ടുന്നു, എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തുന്നു. എന്തിനാ? ഒരു തിന്മ ചെയ്യാൻ, ഒരു തിന്മ കാണാൻ. ജനങ്ങളിൽ നിന്നാ നമ്മൾ മറച്ചു വെക്കുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒന്നും അവർക്ക് ഒളിച്ചു വെക്കാൻ കഴിയൂല. വഹുവ മഅഹും, അവൻ എപ്പോഴും അവരുടെ കൂടെയുണ്ടല്ലോ. ആരെ പേടിച്ചിട്ടാ നമ്മൾ തിന്മ ആളുകൾ കാണിക്കാതിരിക്കാൻ, ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, റഹ്മാനായ റബ്ബ് അവൻ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന അർത്ഥത്തിൽ. സഹോദരന്മാരെ, ഹറാമുകൾ നിർബാധം ചെയ്യുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരുത്തന് വ്യഭിചരിക്കണമെങ്കിൽ, ഒരാളുടെ വീട്ടിൽ കയറണമെങ്കിൽ, ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് സംസാരിക്കേണ്ടിയിരുന്നു. ഇന്ന് വേണ്ട, മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നവന് പാതിരാവുകളിൽ അവന്റെ പുതപ്പിനുള്ളിൽ വെച്ച് തന്റെ ഇഷ്ടപ്പെട്ടവരുമായി കൊണ്ട് സംസാരിക്കാം, കാമുകിയുമായി സല്ലപിക്കാം, കാമുകന്മാരുമായി സല്ലപിക്കാം. അതല്ലേ ഒളിച്ചോടി പോകുന്നത്? 2 മക്കളുള്ള പെണ്ണ് ഭർത്താവിനെ വേണ്ട, പ്രവാസിയായ ഭർത്താവ് ചെന്നപ്പോഴേക്ക് അവൾ ഒളിച്ചോടി പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യയും മക്കളുമുള്ള ഒരുത്തൻ അവന്റെ ഭാര്യയെ വേണ്ടാതെ മറ്റൊരുത്തിയുടെ കൂടെ പോയിരിക്കുന്നു. സ്വന്തം മകളുടെ പ്രായം പോലുമില്ലാത്തവന്റെ കൂടെ അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. മക്കൾ ഒളിച്ചോടുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കൈകളിൽ കൊണ്ടു നടക്കുന്ന ഈ കൊച്ചു ഉപകരണം, മൊബൈൽ എന്ന വില്ലൻ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്ന സംവിധാനം, ആധുനികമായ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് റബ്ബിന്റെ ദീനിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം, നന്മകളുടെ മാർഗങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം നമ്മൾ എന്തൊക്കെയാണ് ഫോർവേഡ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ എന്റെ മൊബൈലുമായി മറ്റൊരു ലോകത്തേക്ക്, ഓരോരുത്തരും അവരവരുടെ ലോകത്തേക്ക് ആരില്ലെന്ന് മറച്ചുവെക്കാൻ കഴിയുമെന്നാ പ്രിയമുള്ളവരെ വിചാരിക്കുന്നത്? ഓ വേണ്ട, പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഓ മക്കളെ, രക്ഷിതാക്കൾ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ രക്ഷിതാക്കളെ, മക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ സഹോദരന്മാരെ, സ്വന്തം റൂമിൽ താമസിക്കുന്നവരൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തിന്മ ചെയ്യുന്നുവോ? പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല, അവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിരീക്ഷകനായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നോക്കുന്നുണ്ട്. ആരാരും കാണുന്നില്ലെങ്കിലും, ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നല്ലോ എന്ന ചിന്തയോടെ, തഖ്വയോടെ ജീവിച്ച മനുഷ്യരെ, നമുക്ക് സന്തോഷിക്കാം. ആർക്ക് വേണ്ടി നമ്മൾ തിന്മ മാറ്റിവെച്ചോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നന്മ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സ്വതക്ക ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നോമ്പെടുത്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നണി പോരാളികളായി പ്രവർത്തിച്ചുവോ, അവന്റെ പ്രതിഫലം നമുക്കുറപ്പാണ്. ആ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ അവനിൽ നിന്നുള്ള കൃത്യമായ നിലക്കുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ അമലുകളെല്ലാം അവന്റെ മുമ്പിൽ പ്രയോജനപ്പെടുന്ന നിലക്ക് ചെയ്തോളണം. റിയാ ഇല്ലാതെ ചെയ്തോളണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളണം. മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തത് അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാവില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നോക്കൂല. അല്ലാഹു തആല പഠിപ്പിച്ചതായി അള്ളാഹിന്റെ റസൂല് പറയാണ്, അല്ല പറയാണ്, അവരെ അല്ല നോക്കൂല, അല്ല അവരോട് സംസാരിക്കൂല. അവരാരാണ്? അല്ലാഖുലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ, മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ അള്ളാഹിനെ കാണാൻ കഴിയൂല. അള്ളാഹിനെ സന്തോഷത്തോടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയൂല. മാതാപിതാക്കളുടെ കണ്ണുനീരൊലിപ്പിച്ചവൻ, മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ. രാജ്യത്തൊക്കെ വൃദ്ധസദനങ്ങൾ പെരുകി വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാ?
അവർക്കൊന്നും മക്കളില്ലാത്തത് കൊണ്ടല്ല, മക്കൾക്ക് അവരെ വേണ്ട. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കൂ, വലിച്ചെറിയൂ. ഇതാണെന്ന് സമൂഹത്തിന്റെ തത്വം. മാതാപിതാക്കളെ വേണ്ട കാലത്ത് നമ്മൾ അവരെ ആദരിച്ചു, അവരുടെ ആരോഗ്യം നശിച്ചു, അവർക്ക് ജരാനരകൾ ബാധിച്ചു, അവരുടെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടമായപ്പോ തെരുവിലേക്ക് വലിച്ചെറിയുന്ന, നടതള്ളുന്ന അത്തരത്തിലുള്ള മക്കൾ, അതെ, അവരുടെ ശവസംസ്കാര ചടങ്ങ് വരെ ഒന്ന് മൊബൈലിൽ വാട്സപ്പിൽ ഇടണേ എന്ന് മാത്രം പറയാനേ മക്കൾക്ക് ഇന്ന് കഴിയുന്നുള്ളൂ. അവരെ കാണണ്ട, അവരോട് വിളിക്കണ്ട, അവരെ സംസാരിക്കണ്ട, അവരുമായിട്ട് ഒരു ബന്ധത്തിനും പോകണ്ട. തന്റെ ജീവിതം, തന്റേതായ ജീവിതം ഈ ഒരു സ്വാർത്ഥതയോടെ ജീവിച്ച് മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിപ്പിക്കുന്നവർക്ക് അള്ളാഹനെ സന്തോഷത്തോടെ കാണാൻ കഴിയൂല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമായ രൂപത്തിലുള്ള ജീവിതം ജീവിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് അള്ളാഹനെ കാണാൻ കഴിയൂല, അള്ളാഹനെ കാണാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹ്, അല്ലാഹ് നോക്കൂല ഇലംറാത്തിൻ, ഒരു സ്ത്രീയെ, ലാ തശ്കുറു ലിസൗജിഹാ, തന്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത പെണ്ണിനെ അള്ളാഹ്ക്ക് വേണ്ട. റബ്ബ് ആ സ്ത്രീയിലേക്ക്, ആ പെണ്ണിനെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഗൗരവത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനാണ്, എല്ലാ അർത്ഥത്തിലും നമ്മൾ ശുദ്ധിയാകേണ്ടുന്ന മാസമാണ്. പിണക്കങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവന് അള്ളാഹിന്റെ കോടതിയിൽ പോയി നിൽക്കാൻ കഴിയൂല. അകാരണമായി മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുന്നവൻ അള്ളാഹുവിന് വേണ്ടിയല്ല അവൻ പിണങ്ങിയത്, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ബന്ധുക്കളോട് പിണങ്ങിയവൻ, ഒരു കല്യാണത്തിന്റെ പേരിൽ, ഒരു ക്ഷണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ക്ഷണിച്ചിട്ട് ചെല്ലാത്തതിന്റെ പേരിലൊക്കെ പിണങ്ങി നടക്കുന്നവർ, മയ്യത്ത് പോലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ബന്ധുമിത്രാദികൾ പരസ്പരം കടിച്ചു കീറി, ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ തെറ്റി പരസ്പരം ബന്ധപ്പെട്ടവരോട് പകയും വിദ്വേഷവുമായി കഴിയുന്ന ആളുകൾ, മനസ്സ് നന്നാവാതെ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാ പിണക്കങ്ങളും തീർക്കുവാൻ പറ്റിയ മാസമാണിത്. ആരെങ്കിലും പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, ആരാണ് ആദ്യമായി സലാം കൊണ്ട് തുടങ്ങുന്നതെങ്കിൽ അവനാണ് ഏറ്റവും ഉത്തമൻ. നമ്മൾക്ക് ആര് നമ്മളോട് എന്ത് വ്യക്തിപരമായി ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു കൊടുക്കാൻ തയ്യാറാവേണ്ടുന്ന മാസമാണിത്. കാരണം നിങ്ങൾ പുറത്തു കൊടുക്കൂ, കാരണം അല്ലാഹ് നമ്മളോട് പൊറുക്കണമെന്ന് നമ്മൾ ആശിക്കുന്നില്ലേ? അലാ തുഹിബ്ബൂൻ അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടും പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും, വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന രംഗത്തും സ്വഭാവരംഗത്തും ഇടപാടിന്റെ മേഖലകളിലും എല്ലാം അവന്റെ മുമ്പിൽ പരമപരിശുദ്ധരായി പോയി നിൽക്കുന്നവർക്കല്ലാതെ അവനെ കാണാൻ സാധ്യമല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും റബ്ബിനെ കാണാൻ തൗഫീക്ക് കിട്ടുന്ന മുഅ്മിനീങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ കാണാം, പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾ അവരുടെ മർത്തബയനുസരിച്ച്, അവരുടെ പദവി അനുസരിച്ച് അള്ളാഹനെ എല്ലാ ദിവസവും കാണുന്നവരുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ കാണുന്നവരുണ്ട്. വെള്ളിയാഴ്ച സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു സൂഖുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്, ഒരു മാർക്കറ്റ് ഉണ്ട്. അന്ന് മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹുവിനെ പ്രത്യേകം അവർക്ക് കാണാൻ അവസരം കിട്ടുന്ന ദിവസമാണ്. അവരുടേതായ താമസ സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരും